ഇന്റർവ്യൂവിന് വേണ്ടി സി വി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ഹെഡ്ലൈൻസ് വെക്കേണ്ടത്? ഇതാണ് നമ്മൾ ഇന്നത്തെ എസ് എം ടോക്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. ഹാഫ് സാലറി പോലത്തെ ഒരു വലിയ ചാർജസ് ഇല്ലാതെ കേരളത്തിലെ 14 ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിന്റെ വേക്കൻസി കളക്ട് ചെയ്ത് കാൻഡിഡേറ്റ്സിലേക്ക് എത്തിക്കുകയാണ് സ്മാർട്ട് മൂവ്സ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് പെട്ടെന്ന് നിങ്ങളുടെ CV ഷെയർ ചെയ്യുക. അപ്പോൾ CV എഴുതുന്ന സമയത്ത് എപ്പോഴും കാൻഡിഡേറ്റ്സിനുള്ളിൽ തോന്നുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് അതിന്റെ ഹെഡ്ലൈൻസുകൾ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. കാരണം പല അതിന്റെ ടെംപ്ലേറ്റുകൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ പലരുടെയും CVകൾ നമ്മൾ നോക്കി അതുപോലെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ എന്തൊക്കെ ഹെഡ്ലൈൻസ് ആണ് ഏറ്റവും അട്രാക്ഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു HR-നെ അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു റിക്രൂട്ടറിനെ ഒക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യത്തെ ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് തന്നെയാണ്. കാരണം കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഫർദർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യം തന്നെയാണ് CV. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ, വാട്സപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്, മെയിൽ ID-യിൽ വരുന്ന അപ്ഡേഷൻസ്, ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ലൊക്കേഷൻസിനെ പറ്റിയിട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ. കാരണം മിക്കവാർക്കും ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ആഫ്റ്റർ മാരേജ് അവരുടെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പുതിയൊരു അഡ്രസ്സ് വന്നിട്ടുണ്ടെങ്കിലോ ഇതെല്ലാം CV-യിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ CV പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ആക്യുറേറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം ഫോട്ടോ അറ്റാച്ച് ചെയ്യുക എന്നുള്ളത് കേരളത്തിൽ ജോലി നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രൊഫഷണൽ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് നല്ല രീതിയിലുള്ള ഒരു ഫോട്ടോഗ്രാഫ് അപ്ഡേറ്റഡ് ആയിട്ട് ഒരു മാസത്തിനുള്ളിൽ എടുത്ത ഒരു ഫോട്ടോ ആണ് അതിലേക്ക് വെക്കേണ്ടത്. ഇനിയുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് CV പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എക്സ്പീരിയൻസ് ഏതിലൊക്കെയാണ് പ്രൈമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും അധികം ആ ഒരു വർക്ക് ചെയ്തു, ആ ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് ഇനിയും ആ ഒരു വർക്ക് റിപ്ലിക്കേറ്റ് ചെയ്യാം എന്ന കോൺഫിഡൻസ് ഉള്ള കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്ത് വെക്കേണ്ടത് എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സ്. അതുപോലെ തന്നെ ഫ്രഷർ ആണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോളേജ് പ്രൊജക്ട്സുകളിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ NCC പോലത്തെ പ്രൊജക്ടുകളായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ കോളേജിൻ്റെതായിട്ടുള്ള യൂണിയൻ ആക്ടിവിറ്റീസ് ആയിരിക്കാം. ഇതിലൊക്കെ വളരെയധികം നിങ്ങൾ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ കോളേജിൽ നിന്ന് തരുന്ന ആക്ടിവിറ്റീസിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിലേക്ക് ആഡ് ചെയ്യുക. ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ഇന്റർവ്യൂവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇനി ഏറ്റവും അധികം ഒരു ഹെഡ്ലൈൻസും കൂടെ ശ്രദ്ധിക്കുന്നത് ലാംഗ്വേജസ് നോൺ ആണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഏതൊക്കെ ലെവലിൽ ഉണ്ട് എന്നറിയാനായിട്ട് ആ ഒരു ഏരിയ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എത്ര ലാംഗ്വേജസ് ഉണ്ട്, അതിൽ LSRW ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്, ഈ 4 കോംപ്രിഹെൻഷനും നിങ്ങൾക്ക് എത്ര പെർസെന്റേജ് ചെയ്യാൻ പറ്റും. ചിലവർക്ക് ഒരു ഭാഷ കേട്ടാൽ മനസ്സിലാവും, തിരിച്ചു പറയാൻ പറ്റില്ല. അപ്പൊ അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ള ടാബുലേഷൻസ്, കോളംസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ CV നോക്കുന്ന സമയത്ത് അതൊരു ഇംപ്രസീവ് ആയിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് കമന്റ്സ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് ഫേം ആണ്. ഹാഫ് സാലറി പോലത്തെ ചാർജസ് ഇല്ലാതെ ഏകദേശം ഒരു വർഷത്തോളം വേക്കൻസി അപ്ഡേറ്റ് അറിയാനായിട്ട് പോസിബിൾ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ CV ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ SM ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.